ബിഗിനേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാജൻ മാഷ്. ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓഫ് മോർ ദാൻ 41 years in teaching, especially accounting in all classes. ഇന്ന് +1 ക്ലാസ് കഴിഞ്ഞ് +2ലേക്ക് കയറുന്ന പ്രൊമോഷൻ കിട്ടിയെത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ടൻസി ക്ലാസ്സാണ് എടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഫസ്റ്റ് പാഠവുമായ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. Section 4 of the Indian Partnership Act 1932 defines partnership as the relation between persons who have agreed to share profits of the business carried on by all or any of them acting for all. 1932 പങ്കാളിത്ത നിയമം 4ാം വകുപ്പനുസരിച്ച് പങ്കാളിത്തം എന്നാൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാകുന്നു. രണ്ടിലധികം വ്യക്തികളുടെ കൂട്ടായ്മയാണ് പങ്കാളിത്തം. ഇവർ കൂടിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ദ മെയിൻ പർപ്പസ് ഈസ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിലുണ്ടാകുന്ന ലാഭം വീതം വയ്ക്കുക. എല്ലാവരാലും നടത്തപ്പെടുന്നതോ ആരെങ്കിലും ഒരാൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി നടത്തുന്നതോ ആയ വ്യാപാര സംരംഭത്തിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുക. The persons constitute the partnership is called partners. പങ്കാളിത്ത സ്ഥാപനത്തിലെ വ്യക്തികളെ പങ്കാളികൾ എന്ന് വിളിക്കും. പങ്കാളികൾ ആക്റ്റീവ് പാർട്ട്ണറുണ്ട്, പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഉള്ളി ഉണ്ട്, സബ് പാർട്ട്ണറുണ്ട്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലുണ്ട്, അങ്ങനെ പല കാറ്റഗറിയുണ്ട്. ഈ പാർട്ട്നേഴ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് പാർട്ട്ണർഷിപ്പ്. പങ്കാളികളുടെ കൂട്ടുകെട്ടിനെ പങ്കാളിത്തം എന്ന് പറയുന്നു. പങ്കാളിത്ത സ്ഥാപനത്തിലെ അംഗങ്ങളെ പങ്കാളികൾ എന്ന് പറയുമ്പോൾ പങ്കാളികളുടെ കൂട്ടുകെട്ടിനെ പങ്കാളിത്തം എന്ന് പറയും. ആൻഡ് ദെയർ ബിസിനസ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഫേം. 3 പദങ്ങൾ: പങ്കാളികൾ, പങ്കാളിത്തം, പങ്കാളിത്ത സ്ഥാപനം. പങ്കാളികളുടെ കൂട്ടുകെട്ടിനെ പങ്കാളിത്തം എന്ന് പറയുന്നു. പങ്കാളിത്ത സ്ഥാപനത്തിലെ അംഗങ്ങളെ പങ്കാളികൾ എന്ന് പറയുന്നു. പങ്കാളികൾ രൂപീകരിക്കുന്ന സംരംഭത്തിനെ പങ്കാളിത്ത സ്ഥാപനം എന്ന് പറയും. ഇനി 1932 പങ്കാളിത്ത നിയമം അനുസരിച്ച് പങ്കാളികൾ